നമുക്കിന്ന് സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചപ്പാത്തി എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, പക്ഷേ പലർക്കും ഉള്ള പ്രശ്നമാണ് ചപ്പാത്തി ഭയങ്കര ഹാർഡായി പോകുന്നു, വടി പോലെ ആയി പോകുന്നു, പിള്ളേരൊന്നും തിന്നുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് പലരും പ്രശ്നം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. 2 കപ്പ് ആട്ട എടുക്കുക. അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ നെയ്യും ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. ഈ നെയ്യ് എല്ലായിടത്തും ആകുന്നത് പോലെ. നെയ്യില്ലെങ്കിൽ ബട്ടറോ ഓയിലോ എന്തെങ്കിലും മതി, നെയ്യ് ഒഴിക്കുന്ന ടേസ്റ്റ്. എന്നിട്ട് ഇളം ചൂടുള്ള വെള്ളം 1 കപ്പ്, 2 കപ്പ് പൊടിക്ക് 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം. അത് മൊത്തം കൂടെ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ആദ്യമൊക്കെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് ആകെ അലമ്പാവും. അത് കഴിഞ്ഞിട്ട് അത് റെഡി ആയിക്കോളും. ഇത് ഇങ്ങനെ ഒരു ഡവ് ആയിട്ട് മാറും. അത് നന്നായിട്ട് നമ്മുടെ ഈ കൈപ്പത്തിയുടെ ഈ ഒരു ഭാഗം വെച്ച്, കണ്ടില്ലേ, ഇങ്ങനെ വളയിടുന്നതിന് തൊട്ട് മേളിലുള്ള ഭാഗം വെച്ച് നന്നായിട്ട് തേച്ച് കുഴയ്ക്കണം. ശരിക്കും അമർത്തി കൗണ്ടർ ടോപ്പിലിട്ട് കുഴയ്ക്കുന്നതാണ് സൗകര്യം. ഞാനിപ്പോൾ ഇതിനകത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് തേച്ച് കുഴയ്ക്കുക. തേച്ച് കുഴച്ച് നല്ലൊരു സോഫ്റ്റ് ഡവായിട്ട് മാറും. എന്നിട്ട് അതിനെ ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞ് അതിനെ ഞാൻ ഉരുട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടി 2 ഈക്വൽ ക്വാണ്ടിറ്റി ആയിട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിനെ ഒരു പലകയുടെ പുറത്ത് വെച്ച് ഒന്ന് റോൾ ചെയ്ത് ഒരു ബോള് 5 ചെറിയ ബോൾസാക്കി മാറ്റാം. അപ്പോൾ 1 കപ്പ് പൊടിക്ക് 5 ചപ്പാത്തി ഉണ്ടാവും. അപ്പോൾ 2 കപ്പ് പൊടി ആയതുകൊണ്ട് 10 ചപ്പാത്തി. അങ്ങനെ നമ്മളെല്ലാം ഒരേ വലിപ്പത്തിൽ ഉരുട്ടി മാറ്റി വയ്ക്കും. എല്ലാ ഉരുളയും ഉരുട്ടി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പം തൊട്ട് പരത്താൻ വേണ്ടി എല്ലാവരും ആട്ടയാണ്, കൂടുതൽ ആൾക്കാരും ആട്ട തന്നെ എടുക്കുന്നത്. പക്ഷേ ഞാൻ എടുക്കുന്നത് അരിപ്പൊടിയാണ്. പുട്ടുപൊടിയല്ല, നമ്മുടെ മറ്റേ അരിപ്പൊടിയില്ലേ, അപ്പത്തിൻ്റെ ഒക്കെ പൊടി, ആ പൊടി. അതാണ് എപ്പോഴും നല്ലത് ചപ്പാത്തി പരത്താൻ, ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല. മറ്റേ ആട്ടപ്പൊടിയാണെങ്കിൽ കണ്ടമാനം ഈ ചപ്പാത്തിയിലോട്ട് കൂടുതൽ ഒട്ടിപ്പിടിക്കും. ഇതങ്ങനെയൊന്നുമില്ല, നന്നായിട്ട് പരത്തിയെടുക്കാനും പറ്റും. ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. എനിക്ക് പിന്നെ അത്ര സർക്കിളായിട്ട് കറക്റ്റ് സർക്കിളൊന്നും പരത്താൻ അറിയത്തില്ല. ചിലരൊക്കെ അങ്ങനെ നല്ല സർക്കിളായിട്ട് പരത്തിയെടുക്കുന്നതാണ്. കട്ട് ചെയ്ത പോലെ ഇരിക്കുന്നത് ശരിക്കും റൗണ്ട്. അതെ, ഇങ്ങനെ ഓരോന്നും പരത്തിയെടുത്ത് വെക്കുക. ചപ്പാത്തി എല്ലാം പരത്തി വെച്ചതിന് ശേഷം നമുക്കൊരു തവ ചൂടാക്കി ഓരോന്നും തിരിച്ചും മറിച്ചുകൊണ്ട് ചുട്ടെടുക്കാം. ഇത് ചുട്ടെടുക്കുമ്പം എണ്ണയോ നെയ്യോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ടേസ്റ്റിന് ഇച്ചിരി നെയ്യ് തൂത്ത് കൊടുക്കാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ചപ്പാത്തി നല്ല സോഫ്റ്റായിരിക്കും. അത് വൈകുന്നേരം വരെ ഇരുന്നാലും, ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി വൈകിട്ട് വരെ ഇരുന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഞാൻ പരിപ്പും പച്ചച്ചീരയും കൊണ്ടുള്ള കറിയാണ് ചപ്പാത്തിക്ക് ഉപയോഗിക്കുന്നത്. ചിക്കൻ കറിയോ മുട്ടക്കറിയോ എന്ത് വേണേൽ ഉപയോഗിക്കാം, കടലക്കറിയോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.